നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇത് ആ കുട്ടി ഇട്ടിരുന്ന വളയാ. എവിടേക്ക് കൊണ്ടുപോയി? രക്ഷപ്പെടാനുള്ള പദ്ധതിയാണല്ലേ? നടക്കില്ല മോളെ, നീ ശരിക്കും പെട്ടുകഴിഞ്ഞു. ലീലാവതി ചമയാതടി. ഞങ്ങൾ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടും. ജീവൻ നഷ്ടപ്പെടുന്നതിന് മുന്നേ നിന്റെ മാനവും നഷ്ടപ്പെടും. നീ ഞങ്ങളെ അനുസരിക്കാൻ തയ്യാറല്ലെന്ന് കണ്ടപ്പോ ഞങ്ങൾ ബോസിനെ വിളിച്ചിരുന്നു. ബോസോ? ആരാ നിങ്ങളുടെ ബോസ്? അത് അതീവ രഹസ്യമാണ്. നിന്റെ കാര്യത്തിലെന്നല്ല, നിന്റെ നിയമോന്റെ കാര്യത്തിലും ഒരു തീരുമാനമായിട്ടുണ്ട്. ഇപ്പൊ നിനക്ക് നോവുന്നുണ്ടല്ലേ? നിന്റെ വീട്ടിലേക്ക് ആള് പോയിട്ടുണ്ട്. നിന്റെ ദിയമോളെ കൊണ്ട് അവരിവിടേക്ക് വരും. അതിന് ജീവനോടെയാണോ ശവമായിട്ടാണോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഞങ്ങളുടെ ഡിമാൻഡ് നീ അംഗീകരിക്കണം. എന്തു പറയുന്നു? ആലോചിക്കും, ശരിക്കും ആലോചിക്കും. ഈ ബംഗ്ലാവിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അത് നീ ആദ്യം ഓർത്തോ. വാടാ. എന്റെ തീമോള്, ഭഗവതി, നീ തന്നെ എന്റെ കുഞ്ഞിനെ കാത്തോളേ. റിങ്ങുണ്ട്, എടുക്കുന്നില്ല. പക്ഷേ ആരെയും അറിയിക്കരുത്.
അനുജത്തിയുടെ വിവാഹം അടുത്തിരിക്കുമ്പോൾ ചേട്ടത്തിയെ കാണാനില്ല എന്ന് നാട്ടുകാരറിയുന്നത് ഒട്ടും ശരിയല്ല. വന്ദനയെ കുറിച്ച് അത്ര നല്ല അഭിപ്രായമൊന്നുമല്ല നാട്ടിലുള്ളത്. ദേ മലന്ന് കിടന്ന് തുപ്പി കല്യാണം മുടക്കാൻ നിൽക്കണ്ട. ചേട്ടന്റെ അഭിപ്രായത്തോട് ഞാനീ യോജിക്കുന്നു. ആ ചേച്ചിയുടെ വിവാഹം കെട്ടാൻ നിശ്ചയിച്ചിരുന്ന വരന്റെ ദുർമരണം മൂലം മുടങ്ങി. അനിയത്തിയുടെ വിവാഹം ചേച്ചിയുടെ ദുർനടപ്പ് കൊണ്ട് മുടങ്ങി എന്നുള്ള വാർത്ത നാടൊട്ടുക്ക് പരക്കും. നിർത്ത്. കേട്ടിട്ട് പുറം പെരുക്കുന്നു. സ്വന്തം പെങ്ങളെ കുറിച്ച് പറയുന്നെന്നുള്ള ഓർമ്മ വേണം. ചേച്ചി പോലീസിലൊരു പരാതി കൊടുത്തപ്പോ ആ പോസ്റ്റർ ഒട്ടിച്ചവന്മാരെ കാണാനില്ലല്ലോ. ഇത് വന്ദനേച്ചി പോലുള്ള പാവം പെൺകുട്ടികളെ അപവാദം പറയാൻ ഞരമ്പ് രോഗികൾ ചെയ്യുന്നതാ. നീയും കൊടിമാറി പിടിക്കാൻ തുടങ്ങിയോ? അതെ, വന്ദനേച്ചിയായിട്ട് പല കാര്യത്തിലും എനിക്ക് വിയോജിപ്പുണ്ട്. പക്ഷേ വന്ദനേച്ചി വഴിവിട്ട് സഞ്ചരിക്കുന്നവളാണെന്ന് പറഞ്ഞ അത് ഞാൻ സമ്മതിച്ചു തരില്ല. ഒന്ന് നിർത്ത്. തർക്കവും വഴക്കും കോലാഹലങ്ങളും ഒന്നും വേണ്ട. ഇതൊരു കല്യാണ വീടാ. അച്ഛമ്മേ, ചേച്ചിയെ കാണാനില്ല എന്നുള്ള വിവരം ഞാൻ വിക്രമിനെ അറിയിക്കാൻ പോവാ. ആ ഒറ്റ കാരണം കൊണ്ട് അദ്ദേഹം വിവാഹത്തിന് തടസ്സം പറഞ്ഞ ഈ വിവാഹം എനിക്ക് വേണ്ട. പക്ഷേ എനിക്ക് ഈ ലോകത്ത് എല്ലാറ്റിനേക്കാളും വലുതെന്റെ വന്ദനേച്ചിയാ. വിഷമിക്കാതെ. വന്ദനമേ, വന്ദനമേ, എനിക്ക് വന്ദനമേ കാണണം. വന്ദനമേ, മോളെ മോളെ, മോളെ മോളിത് എങ്ങോട്ടേ പോന്നേ? എനിക്ക് വന്ദനമേ കാണണം. വന്ദനമ്മ ഇപ്പം വരും മോളെ. വന്ദനമ്മ എവിടേക്കാ പോയത്? വന്ദനമ്മ ഇപ്പം വരും കേട്ടോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.